ഹായ്. സയനൈഡ് മോഹനൻ. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ വിവാഹപ്രായം കഴിഞ്ഞ പെൺകുട്ടികളെ പ്രണയം നടിച്ച് കടത്തിക്കൊണ്ടുവന്ന ശേഷം അവരെ ശാരീരികമായി ഉപയോഗിച്ച് അപ്പോൾ തന്നെ കൊന്നുകളയുന്ന ഒരു പ്രത്യേകതരം സൈക്കോ സയനൈഡ് മോഹനൻ. ഇരയുമായി ദീർഘകാലം ഫോണിൽ സംസാരിക്കും, സൗഹൃദം സ്ഥാപിക്കും, പ്രണയം നടിക്കും. അതിനുശേഷം വീട്ടുകാരറിയാതെ ദൂരെ ഏതെങ്കിലും ഒരു നാട്ടിൽ പോയി ജീവിക്കാമെന്ന് പറഞ്ഞ് കബളിപ്പിക്കും. വിവാഹ ദിവസം തന്നെ എന്തെങ്കിലും പറഞ്ഞ് കയ്യിൽ കരുതിയിരിക്കുന്ന പണവും ആഭരണങ്ങളും അടങ്ങിയ ബാഗ് മുറിയിൽ വെച്ച് പുറത്തിറങ്ങും. ശേഷം അടുത്തുള്ള ഏതെങ്കിലും ഒരു ബസ് സ്റ്റാൻഡിലെത്തി തൻ്റെ കയ്യിൽ കരുതിയിരിക്കുന്ന സയനൈഡ് കലർത്തിയ ഗുളിക ഗർഭനിരോധന ഗുളികയാണെന്ന വ്യാജേന യുവതിക്ക് നൽകും. ഗുളിക കഴിക്കുമ്പോൾ ക്ഷീണമുണ്ടാവാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ വിശ്രമമുറിയിൽ പോയി കഴിക്കാൻ നിർദ്ദേശിക്കും. യുവതി അകത്ത് കയറി അരമണിക്കൂറോളം അയാൾ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ചുറ്റിത്തിരിയും. യുവതിയുടെ മരണം ഉറപ്പിച്ച ശേഷം റൂമിലെത്തി പണവും സ്വർണവും എടുത്തുകൊണ്ട് മുങ്ങിക്കളയും. ഇനി അടുത്ത ഇരയിലേക്ക്. മംഗളൂരുവിലെ കായികാധ്യാപകനായിരുന്ന മോഹൻകുമാർ 2003 മുതൽ 2009 വരെയുള്ള കാലഘട്ടങ്ങളിൽ 4 മലയാളി സ്ത്രീകളെ അടക്കം 20ഓളം യുവതികളെയാണ് ഇതുപോലെ കൊന്നു തള്ളിയത്. മോഹൻകുമാറിന്റെ പക്ഷമാണെങ്കിൽ 32 പേരാണ്. എന്നാൽ പോലീസുകാർക്ക് ഇതുവരെ 20 പേരെ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളൂ. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ജിതിൻ കെ ജോസിന്റെ സംവിധാനത്തിൽ മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന കളംകാവൽ എന്ന സിനിമയ്ക്ക് സയനൈഡ് മോഹനന്റെ കഥയുമായി എന്തെങ്കിലും തരത്തിലുള്ള സാമ്യമുണ്ടോ എന്ന് സിനിമ ഇറങ്ങുമ്പോൾ നമുക്ക് കണ്ടു നോക്കാം.